തുള്ളും മലയാളി ശർക്കര ഉപ്പേരി ഇലയിൽ വെച്ചു തിരിഞ്ഞില്ല, കുട്ടനെടുത്തു കഴിച്ചു കള്ളൻ കിട്ടിയെന്നായി. ശർക്കര ഉപ്പേരി തനിക്ക് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊരു 2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പഴയ വീഡിയോ എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പൊ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 420 ഗ്രാം റൈസ് ഉണ്ടാവും. ഈ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കണം. 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അരി അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അത് 420 ഗ്രാം അരി എടുക്കുമ്പോൾ അതിലേക്ക് ഒരു 320 ഗ്രാം ശർക്കര മതിയാവും. ശർക്കര ഒരു 400 ഗ്രാം വരെ ചേർക്കാം. 400 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല മധുരം ഉണ്ടാവും. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 300-320 ഗ്രാം ശർക്കര മതിയാവും. പിന്നെ വേണ്ടത് പഴമാണ്. ഉണ്ണിയപ്പത്തിലേക്ക് പഴം ചേർക്കുന്നത് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കണ പഴം നമ്മുടെ നാട്ടില് ചെറുപഴം അല്ലെങ്കിൽ പാളയംകുടപ്പഴം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനത്തെ പഴമാണ് ചേർക്കുന്നത്. ഇവിടെ എനിക്ക് അങ്ങനത്തെ പഴം കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ ബേബി ബനാന എന്ന് പറഞ്ഞിട്ട് ഒരു പഴം കിട്ടും. അങ്ങനത്തെ പഴമാണ് എടുത്തേക്കുന്നത്. ആ പഴം ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ചെറുപഴമാണെങ്കിലും 2 പഴം ചേർക്കാം. പഴം കൂടുതൽ ചേർക്കരുത്. പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം വറുത്തെടുക്കുമ്പോൾ കണ്ടമാനം ഓയിൽ പിടിക്കും. ഇനി ഉണ്ണിയപ്പം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ റവയും വേണം. ഉണ്ണിയപ്പത്തിലേക്ക് ചെറുതായിട്ട് തരി വേണം. അരി നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ 1 ടീസ്പൂൺ റവയും കൂടിയും ചേർക്കാം. ഉണ്ണിയപ്പത്തിൽ തരി ഉണ്ടാവുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ണിയപ്പം വറുത്തെടുക്കുമ്പോൾ ഉണ്ണിയപ്പത്തിലേക്ക് ഓയിൽ നന്നായിട്ട് കുടിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്ത് വേണം. തേങ്ങക്കൊത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ തേങ്ങക്കൊത്ത് നെയ്യിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എള്ള് വേണം. ഞാനിവിടെ കറുത്ത ടൈപ്പ് എള്ളാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 5 ഏലക്കായ പൊടിച്ചെടുത്തതും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ണിയപ്പാക്കാന്ന്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ശർക്കര ഉരുക്കിയെടുക്കുക. ഞാനിവിടെ 320 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർക്കാം. തീ ഓണാക്കാം. ഇതിലേക്ക് 320 ഗ്രാം ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ വലിയ കട്ടിയൊക്കെയാണെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടുക. അല്ലെങ്കിൽ വലിയ പീസൊക്കെ ആയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സമയം കൂടുതലെടുക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന വെള്ളമൊക്കെ കൊണ്ട് പറ്റിപ്പോവും. ശർക്കര ശരിക്കും മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇത് ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ ശർക്കര ചെറുതാക്കിയിട്ട് ചേർക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലത്തെ നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ കറുത്ത ശർക്കര എടുക്കുക. ഉണ്ണിയപ്പത്തിനൊക്കെ ഇതേപോലത്തെ കറുത്ത ശർക്കരയായിരിക്കും നല്ലത്. എല്ലാവർക്കും ഉണ്ണിയപ്പത്തിന് നല്ല കളർ ഉണ്ടാവുക. അപ്പോൾ ശർക്കര മുഴുവനും ഈ വെള്ളത്തിൽ മെൽറ്റായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതും അരിയും കൂടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരി അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശർക്കരപ്പാനിയിൽ അരച്ചെടുക്കുക. അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ ആ മാവിലേക്ക് ശർക്കരപ്പാനിയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ വെള്ളം കൂടുതലാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ അരിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഈ ശർക്കരപ്പാനിയും അരിയും കൂടിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾ കല്ലുള്ള ശർക്കരയാണെങ്കിൽ ശർക്കര അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനി മെഷർമെൻറ്റ് കപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 1.5 കപ്പ് ശർക്കരപ്പാനി ഉണ്ട്. അത് നിങ്ങൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 300-320 ഗ്രാം ശർക്കര ചേർത്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ശർക്കരപ്പാനി കിട്ടും. ഇത്രയ്ക്ക് ഈ പാനി മതിയാവും നമ്മുടെ അരിയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ശർക്കരപ്പാനിയിൽ വേണം അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അരി ഞാനിവിടെ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അരി കുതിർത്തിയെടുക്കാൻ പോണതിന് മുമ്പ് അരി ഏറ്റാദ്യം നന്നായിട്ട് കഴുകണം. ഇനി അരിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് മാറ്റി കളഞ്ഞിട്ട് വേണം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് അരച്ചെടുക്കുമ്പോൾ എല്ലാ അരിയും കൂടി ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കരുത്. നിങ്ങൾ കല്ലുള്ള ശർക്കരയാണെങ്കിൽ ശർക്കര അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.
അരിയൊക്കെ ആയതുകൊണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ശർക്കരപ്പാനി കൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് അരച്ചെടുക്കുക. ഇത് അരി അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആവരുത്, ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അത് നമ്മൾ സാധാരണ മിക്സിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെറുതായിട്ട് തരി ഉണ്ടാവും. തരി എന്ന് പറയുന്നത് ഒരുപാട് തരിയല്ല, ചെറുതായിട്ട് ഒരു നേരിയ തരി മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ റവയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്ത്. അത് അരി നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടിയിട്ട് അരച്ചെടുക്കുക. അരി നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം അരി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഊറ്റി കളയുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് പോകും. ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും ചേർക്കുക. അപ്പോൾ ബാക്കിയുള്ള മുഴുവനും ശർക്കരപ്പാനി ഞാൻ ചേർത്തിട്ടില്ല, കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ അരി നിങ്ങൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് തരി വേണം, ഒരുപാട് തരി ആവശ്യമില്ല. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം. അല്ലാണ്ട് റൈസ് ഇങ്ങനെ വലിയ പീസായിട്ട് ഇരിക്കരുത്, ചെറുതായിട്ടൊരു തരി മതി. അത് നിങ്ങൾ മിക്സിയിലിട്ട് അരച്ച് വരുമ്പോൾ അത് അതേപോലെ നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ സാധാരണ മിക്സിയൊക്കെ ആണെങ്കിൽ. പിന്നെ നമ്മൾ കുറേ നേരമായിട്ട് അരച്ചാൽ മാത്രമേ ഒട്ടും തരിയില്ലാണ്ട് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് പോലെ ആവുള്ളൂ. ഇനി പഴം അരച്ചെടുക്കുക. ഞാനിവിടെ 2 പഴമാണ് എടുത്തേക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് പഴം ചേർക്കുക. പഴം കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കുക. അത് നമ്മുടെ നാട്ടിൽ ചെറുപഴം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴത്തിന് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് അത് ചേർത്ത് നമ്മൾ ഈ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് അത് നല്ല സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് മറ്റുള്ള പഴങ്ങൾ ചേർക്കാണ്ട് ചെറുപഴം ചേർക്കാൻ വേണ്ടിയിട്ട് പറയണത്. ഈ ചെറുപഴത്തിന് നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്ത് പാളയംകുടം പഴം എന്നാണ് പറയുന്നത്. ഇത് അതേപോലത്തെ തന്നെ ഒരു പഴമാണ്. അപ്പം ഞാനിതിവിടെ 2 ചേർത്തിട്ടുണ്ട്. പഴം കൂടുതൽ ചേർക്കരുത്. പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് കണ്ടമാനം ഓയിൽ കുടിക്കും. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടിയും ചേർക്കാം. ഇനി ഞാനിവിടെ ഒരു കുറച്ച് ശർക്കരപ്പാനി കൂടിയും ബാക്കിയുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഈ പഴവും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ പഴവും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റവ ചേർക്കുക. ഞാനിവിടെ സാധാരണ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും ചേർക്കുക. ഈ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് രണ്ടും 1 ടീസ്പൂൺ ചേർത്താൽ മതി, നിങ്ങൾ കൂടുതൽ ചേർക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒരു കുറച്ച് ശർക്കരപ്പാനി കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും ചേർക്കുക. നല്ല മധുരം ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഉപ്പ് ചേർക്കണത്. മാവ് ഇതേപോലെ ഇരിക്കണം, ഒരുപാട് തിക്കായിട്ടിരിക്കരുത്, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. മാവ് ഒരുപാട് വെള്ളം പോലെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഉണ്ണിയപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കുടിക്കും. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനിയിൽ കുറച്ച് ശർക്കരപ്പാനി ബാക്കിയുണ്ട്. അത് ശർക്കര നിങ്ങൾ മെൽറ്റാക്കി എടുക്കുമ്പോൾ ഒരു 300-320 ഗ്രാം ശർക്കര എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ട, ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം ശർക്കര വരെ ചേർക്കുക. ഞാൻ അതിന് മുമ്പ് 400 ഗ്രാം ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ അത്രയ്ക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 300-320 ഗ്രാം ശർക്കര ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വല്ല നേർച്ചയ്ക്ക് അങ്ങനെ എന്തിനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാവരും ഓരോന്നൊക്കെയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നല്ല മധുരം ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 കപ്പ് അരിക്ക് ഒരു 400 ഗ്രാം ശർക്കര നല്ലതായിരിക്കും. ഈ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ തലേ ദിവസം രാത്രി അരച്ച് വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം കാലത്തെടുത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഇതിലേക്ക് നമ്മൾ ആ പഴം ചേർത്തേക്കണേനും ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കുക, എന്നാൽ മാത്രമേ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് ഇഡ്ഡലി മാവും ദോശമാവൊക്കെയും
പുളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വാമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഈ മാവും വെക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ എത്ര ദിവസം പുറത്ത് വെച്ചിരുന്നാലും അത് സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ മാവ് ഞാനിവിടെ ഈ മാവ് എടുത്തിട്ട് ഇനി തലേ ദിവസമായിരിക്കും ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഞാനിതിവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ ഓവൻ പതുക്കൊന്ന് വാമാക്കിയിട്ട് അവിടെയാണ് ഈ മാവ് വെക്കുക. ഈ മാവ് നിങ്ങൾ തുറന്ന് വെക്കരുത്. ഈ മാവ് അടച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 മണിക്കൂർ ഈ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കാം. തേങ്ങക്കൊത്ത് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. തേങ്ങക്കൊത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഈ നെയ്യും ഈ വറുത്തെടുത്ത തേങ്ങക്കൊത്തും കൂടിയിട്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഈ മാവിലേക്ക് ചേർക്കാം. ചേർത്ത വഴിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് നല്ല ചൂടായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളിതിലേക്ക് ചേർത്ത വഴിക്ക് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് എള്ള് ചേർക്കാം. എള്ളും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ കറുത്ത ടൈപ്പ് എള്ളാണ് ചേർക്കണത്. ചില കറുത്ത എള്ളൊക്കെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാമ്പില്ലാത്ത ടൈപ്പ് എള്ളും ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ പുറത്തെ തൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ എള്ളിൻ്റെ കാമ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എള്ള് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊന്ന് കഴിച്ച് നോക്കണം. ഞാനിതിൽ മുമ്പ് ഒരു പ്രാവശ്യം എള്ള് വാങ്ങിച്ചപ്പോൾ അതേപോലത്തെ ടൈപ്പ് എള്ളാണ് എനിക്ക് കിട്ടിയത്. വെറുതെ പതിര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയും വേണം. ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ അതിനകത്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഉണ്ണിയപ്പം ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പാൻ തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതേപോലത്തെ പാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഏറ്റവും ആദ്യം 1-2 ട്രിപ്പൊക്കെ ചിലപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് വിട്ടു പോരില്ല. അത് കഴിഞ്ഞിട്ടൊരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് വിട്ടുപോരും. അത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് സാധാരണ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 ട്രിപ്പ് അങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് അച്ചപ്പം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അച്ചപ്പത്തിൻ്റെ അച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുക്കി വയ്ക്കണം. അല്ലെങ്കിൽ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും അച്ചപ്പം അച്ചിയിൽ നിന്ന് വിട്ടുപോരില്ല. അതേപോലെ തന്നെയാണ് ഉണ്ണിയപ്പം. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ശരിക്കും ആ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് വരാം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഉണ്ണിയപ്പം ഏറ്റവും ആദ്യം ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ മറ്റേ അടുപ്പിൽ ഒരു ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇതിനകത്തും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുഴിയിൽ നിന്ന് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ചീഞ്ഞട്ടിയിലെ ഓയിലിലേക്ക് ഇടും. അപ്പോൾ ഉണ്ണിയപ്പം ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ 2 പാനിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഉണ്ണിയപ്പം വറുത്തെടുക്കാറ്. അത് കുറച്ചും കൂടി ഈസിയാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഈ ചട്ടിയിലും വെളിച്ചെണ്ണ ഒഴിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ചട്ടിയിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഈ ചട്ടി നിറച്ചും വെളിച്ചെണ്ണ ഒഴിക്കരുത്. നിറച്ചും വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഈ മാവ് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ പുറത്തേക്ക് പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് എടുത്തിടണം. ഉണ്ണിയപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്.
അടുപ്പിനകത്ത് തന്നെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചീഞ്ഞട്ടിയിലേക്ക് ഇട്ടിടുക. ഇതെടുത്തിട്ട് ഈ ചീഞ്ഞട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. അത് ചീഞ്ഞട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾ എടുത്തിടുമ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. എടുത്ത് മാറ്റാം. ഈ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ കോരി ഒഴിക്കുക. എപ്പോഴും ഈ ചട്ടിയിലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇരിക്കണം. ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഞാൻ ഉണ്ണിയപ്പം ഇതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ഒഴിച്ച ഓയിൽ അതേപോലെ തന്നെ ഉണ്ട്. ഒട്ടും ഓയിൽ ഇത് കുടിച്ചിട്ടില്ല. ഈ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ ഈ ഉണ്ണിയപ്പം നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെളിച്ചെണ്ണ കുടിക്കില്ല. ഞാൻ ആ 2 ചട്ടിയിലും ഒഴിച്ചിരുന്ന വെളിച്ചെണ്ണ ഒട്ടും കുറയാണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും ലാസ്റ്റും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ വേണം നിങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പഴം ചേർക്കരുത്. പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം കണ്ടമാനം വെളിച്ചെണ്ണ കുടിക്കും. പിന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. പിന്നെ ഉണ്ണിയപ്പം നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് നേരം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുക്കുകയും ചെയ്തതാണ്. കൂടുതൽ നേരം ഇട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ ഹാർഡായിട്ട് വരും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഏലക്കായയുടെ പൊടി ചേർക്കണം. ഞാൻ ഏലക്കായയുടെ പൊടി ചേർക്കുന്ന സമയത്ത് ക്യാമറ റെക്കോർഡിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഏലക്കായയുടെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 5 ഏലക്കായ പൊടിച്ചിട്ടാണ് ചേർത്തത്. ഈ ഉണ്ണിയപ്പത്തിലേക്ക് ഞാനിവിടെ നല്ല കറുത്ത ശർക്കര ചേർത്തുകൊണ്ട് ഉണ്ണിയപ്പത്തിനും നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷെ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ശരിക്കും നന്നായിട്ട് മുരിഞ്ഞ് വരില്ല. ഇതേപോലത്തെ ചട്ടിയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് ഇതേപോലത്തെ ഒരു ലെയർ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും. അത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ